ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് വ്യത്യസ്തമായൊരു ചോറുണ്ടാക്കേ. ഒരു 3 ഗ്ലാസ് ബാസ്മതി റൈസ് എടുത്ത് വെച്ചിട്ടുണ്ടേ. നല്ല നീളമുള്ള റൈസാണ്. പിന്നെ ഒരു ഒരു കിലോ ഉണ്ടേ. 2 വലിയ ഫ്ലവർ. അത് നല്ലതുപോലെ കഷ്ണമാക്കിയിട്ട് കഴുകി ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ഉപ്പ് വെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂറോളം വെച്ചേരേ. നല്ലതാണ്. അങ്ങനെ ഇട്ടേക്കുവേ. എന്നാലും ഇതൊരു ചോറുണ്ടാക്കാൻ പോണേ. നമുക്ക് തുടങ്ങാം. ഞാൻ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടേ. എന്നിട്ട് ഞാൻ ഇനി ഇത് അടുപ്പ് കത്തിക്കാം. പാത്രം ഒന്ന് ചൂടാകട്ടെ. നമ്മുടെ പാത്രം ചൂടാകുന്ന സമയം കൊണ്ട് തീ കുറച്ചിട്ടേക്കെ. ഞാൻ ഈ അരി എടുത്ത് വെച്ചേക്കുന്നില്ല, കഴുകിയിട്ടില്ല, കുതിർത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അത് ഇനി ഞാൻ കഴുകിയെടുത്തോണ്ട് കേട്ടെ. നമ്മൾ അരി ഒഴിക്കട്ടെ. കഴുകി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കേ. ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തീ കൂട്ടിയിട്ട് കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇതിനകത്ത് ഒരു 5 ഗ്രാമ്പു, ഒരു 6 ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പട്ട. ഒന്ന് ചൂടായി കിട്ടട്ടെ. ഇനി ഇതിലോട്ട് ഈ അരി കഴുകി വെച്ചേക്കുന്നില്ലേ, അതങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഈ തിളച്ച വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ചോറിന് ആവശ്യമുള്ള ഉപ്പ് എടുക്കാം. നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ചിട്ട് നല്ല തീരെ തീ കുറച്ചൊരു 8 മിനിറ്റ്. അരിയുടെ വേവ് പല അരിക്കും പല വേവായി. നല്ല തിളച്ചിട്ട് നമുക്ക് ഞാനിത് ഈ അടുപ്പിലോട്ട് മാറ്റിയേ. ഇനി ഇതിനകത്ത് ഇതിൻ്റെ മസാല റെഡിയാക്കേ. ചൂടാവട്ടെ. നല്ല തിളച്ചിട്ട് തീ കുറച്ചിട്ട് കൊടുക്കുക. നമ്മുടെ അരി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഞാനിത് കുറയ്ക്കുക. തീരെ കുറച്ച് ഒരു 7 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ഇനി നമുക്ക് ഈ അടുപ്പ് പാത്രത്തിലോട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കേ. മതി. എണ്ണ നല്ല ചൂടാവട്ടെ. നല്ല എണ്ണ നല്ല പുകഞ്ഞിട്ടുണ്ടേ. ഇനി ഇതിനകത്ത്
ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തേ. ഒന്നുകൂടെ കൂട്ടാം. ഇനി ഇതിനകത്ത് ഈ ഫ്ലവർ അരിഞ്ഞ് വെച്ചേക്കുന്നില്ലേ, അതിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കേ. ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചോറിൽ ഉപ്പിട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത് നല്ല മിക്സ് ചെയ്തിട്ട് ഇനി ഇത് നമുക്കൊരു 2-3 മിനിറ്റ് ഇങ്ങനെ അടച്ചിട്ട് കൊടുക്കേ. ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി തീ ഒന്ന് കുറയ്ക്കാം. ഞാൻ ഫുൾ തീ ഇട്ടേക്ക് മീഡിയത്തിനും തൊട്ട് താഴെ വെക്കാം. ഒരു 3 മിനിറ്റ് കിടക്കട്ടെ, അത് കഴിഞ്ഞെടുക്കാം. നമ്മുടെ ഫ്ലവർ നോക്കാം. ഇനി ഫ്ലവർ അടച്ചു കൊടുക്കണ്ടേ, ഇനി കവർ ചെയ്യേണ്ട, ഇത്രയും വെന്താൽ മതി. നമ്മുടെ ചോറ് ചെറിയ തീ കിടക്കേ. തോന്നി തീയിട്ട് കൊടുത്താൽ ചോറ് വേവത്തുമില്ല, വെള്ളം അങ്ങ് വറ്റുകയും ചെയ്യും. ഇനി ഇതിനകത്ത് ഒരു 3 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി കവർ ചെയ്തത്, ഇനി ഒന്നും കവർ ചെയ്യണ്ട. ഇതിലോട്ട് ഈ സ്പൂണിന് ചെറിയ സ്പൂണായതേ, കുട്ടി സ്പൂണാണ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തേ. പിന്നെ എരിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇങ്ങനെ കിടക്കട്ടെ, 1-2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ ചോറിൻ്റെ ഞാൻ തീ ഓഫാക്കേ.
ഒരു 7 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് കാലിഫ്ലവറൊക്കെ നല്ല വെന്ത് ഈ സ്പൂണിന് 1 ടീസ്പൂൺ, ഒന്നല്ല 1.5 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തേ. നമ്മൾ ചെറുതായിട്ട് തീർന്ന് കൂട്ടി കൊടുക്കുക. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യേ. ഇനി ഇതിലോട്ട് ഒരു 2 ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ. ഇതുപോലെ കുരുനാന്നരി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. ക്യാപ്സിക്കത്തിന് നല്ല വേവൊന്നുമില്ല. ഇതിൻ്റെ ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണ്, കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചോറായില്ലേ. പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ. ഇത് കറി, തൈരും പിക്കിള്, ഒരു 2 മിനിറ്റ് ഇത് ഇങ്ങനെ കിടക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ ചോറും എടുക്കാം. ഇതൊന്ന് കുറയ്ക്കാം. അവരൊന്നും ചെയ്യണ്ട. നമ്മൾ മസാല ഇങ്ങോട്ട് മാറ്റേ. ഇനി ഇത് ഗ്യാസ് ഓഫാക്കാം. ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മുടെ ചോറ്, ഈ ചോറ് ഇങ്ങോട്ട് തട്ടാം. ഓക്കെ, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇത് ചൂടായണ്ട ഇങ്ങനെ ഇരിക്കുന്നേ. ഇതിൻ്റെ അകത്ത് ഏലക്കയല്ല, പട്ടയൊക്കെ അങ്ങ് മാറ്റണം. ഇത് തണുപ്പൊന്ന് മാറട്ടെ. അല്ല, തണുപ്പല്ല, ചൂടൊന്ന് മാറട്ടെ. നമ്മുടെ ചോറ് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചിരുന്നാൽ മതിയേ. ഇനി ഇതിനകത്ത് ഈ റെഡിയാക്കി വെച്ചേക്കുന്ന മസാലയില്ലേ, കോളിഫ്ലവർ അങ്ങോട്ടിട്ട് കൊടുക്കേ. അടുപ്പ് തീയൊന്നും ഇല്ല കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്യാൻ, കാര്യം ഈ പാത്രങ്ങളും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യാൻ ഒക്കത്തില്ല. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേ.
അപ്പം ഞങ്ങൾക്കൊക്കെ ചോറ് ശകലം വെന്തിരിക്കണേ. നല്ല മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്ത് വേറെ പരിപാടിയൊന്നുമില്ല. ഒരു നാരങ്ങയുടെ ജ്യൂസ് ഇത്രയും മതി ഒഴിച്ചു കൊടുക്കും. പിന്നെ അവരവരുടെ ഇഷ്ടത്തിന് പുളിയൊക്കെ ഇടുക. നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിനകത്ത് കുറച്ച് ഫ്രഷ് മല്ലിയില, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ചോറ് ഭയങ്കരമായിട്ടൊന്നും തണുത്ത് പോയിട്ടില്ലായിരുന്നേ. ഫ്രൈഡ് റൈസിൻ്റെ കണക്കൊന്നും തണുത്തെടുക്കേണ്ട ആവശ്യമില്ല. ചോറ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടൊന്ന് മാറി കിട്ടിയാൽ മതി. നല്ല സൂപ്പർ ടേസ്റ്റി ചോറാണിത്. ഇതിൻ്റെ മിക്സിംഗ് ആണ് പ്രധാനം. ഇതിന് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊന്നും വേണ്ട. ഇതിൻ്റെ ഒന്ന് ഉപ്പ് നോക്കേ. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. നല്ല ടേസ്റ്റാണ്. ഇതിന് ഉപ്പൊക്കെ ഉണ്ടേ. നല്ല ടേസ്റ്റുള്ളൊരു ചോറാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഇത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഇതൊന്ന് ഒരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റേ. ഇതിൻ്റെ കൂടെ കറി തൈര്, നല്ല തൈര് ഉടച്ചത്, പിന്നെ പപ്പടം, പിക്കിള് ഒക്കെ മതി. എന്ത് ടേസ്റ്റാണെന്നറിയോ ഇത് കഴിക്കാനായിട്ട്. അറിയാതെ നമ്മൾ കഴിച്ചു പോകും. ഇല്ലേ നമ്മുടെ ഫ്ലവർ ചോറ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചോറാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്ക്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അന്നേരം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.